പാമ്പ് കടിക്കുന്നത് ഒരാൾ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം? പലപ്പോഴും നമ്മൾ വല്ലാതെ പേടിക്കുന്ന ഒരു സ്വപ്നമാണല്ലേ. എങ്കിൽ അതിന്റെ വ്യാഖ്യാനം എന്തായെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നിങ്ങൾ പേടിക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരാൾ തന്നെ പാമ്പ് കടിക്കുന്നത് സ്വപ്നം കണ്ടാൽ പിന്നെ അവന് ഉറക്കില്ല. അവൻ വല്ലാതെ പേടിച്ചുപോയി. പിന്നെ അവന് മാനസിക ടെൻഷനാണ്. അവൻ പറയും, എനിക്ക് വലിയ ശത്രുക്കളുണ്ട്, എന്നെ ശത്രുക്കൾ ആക്രമിക്കാൻ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പാമ്പ് കടിക്കുന്ന സ്വപ്നം കണ്ടാൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പാമ്പിനെ കണ്ടാൽ അങ്ങനെയല്ലേ നിങ്ങളൊക്കെ കരുതാറുള്ളത്? എന്നാൽ ഇനി നിങ്ങൾ പേടിക്കേണ്ടതില്ല. മഹാന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. ഒരാൾ പാമ്പ് കടിക്കുന്നത് സ്വപ്നം കണ്ടു. എന്നിട്ടോ കടിച്ച ഭാഗത്ത് നീര് വന്നു. അതും സ്വപ്നം കണ്ടു. എന്നാൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സമ്പത്ത് വരാൻ പോകുന്നു, പണം വരാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം എന്ന്. അപ്പൊ നമ്മൾ കരുതും, ഇത് എന്നാ പിന്നെ പാമ്പ് കടിക്കുന്നത് തന്നെ ഞാനൊന്ന് സ്വപ്നം കാണട്ടെ എന്ന് കരുതി കിടക്കണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ കരുതാ, ഇന്ന് രാത്രി ഒന്ന് പാമ്പ് കടിക്കുന്ന സ്വപ്നം കണ്ടിരുന്നെങ്കിൽ എനിക്ക് വലിയ പൈസ ഉണ്ടാവുമല്ലോ എന്ന് കരുതി തെറ്റിദ്ധരിക്കുകയും വേണ്ട. അത് കാണാൻ ആഗ്രഹിക്കണ്ട. ഇത് കണ്ടിട്ട് അങ്ങനെ പൈസ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഉണ്ടാകുമെന്നല്ല, അതൊരു സാധ്യതയുണ്ട്, ഇതൊരു വ്യാഖ്യാനമാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇതിനെ മനസ്സിലാക്കുക. പിന്നെ അതിൽ തന്നെ വ്യത്യസ്തമായ രൂപമുണ്ട്. കറുപ്പ് പാമ്പിനെ കണ്ടാൽ, പച്ച പാമ്പിനെ കണ്ടാൽ, വെളുത്ത പാമ്പിനെ കണ്ടാൽ ഒക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യാഖ്യാനം. ചില മഹാന്മാരൊക്കെ അതിന്റെ സ്വപ്ന വ്യാഖ്യാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ പറയാൻ കാരണം സമ്പത്തുണ്ടാവാൻ വേണ്ടിയിട്ടോ മറ്റൊന്നുമല്ല. നിങ്ങളത് കണ്ടു പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുക, അനുബന്ധമായി നമ്മൾ ആയത്തുൽ കുർസി ഒക്കെ ചൊല്ലുക. പിന്നെ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടരുത്, അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് പറയാൻ വേണ്ടിയാണ് ഈ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞത്. അസ്സലാമു അലൈക്കും.